കേരളത്തിലെ ചില സ്ഥലങ്ങളിലൊക്കെ തന്നെ കോവിഡ് വ്യാപനം കുറച്ചൊരു കൂടുതൽ നമ്പറായി വരുന്നു. കോവിഡിൻ്റെ പുതിയ വകഭേദം ഒമിക്രോൺ JN.1 ഇതാണ് ഇപ്പോൾ കേരളത്തിൽ വ്യാപിക്കുന്നത്. ഈ മെയ് മാസം 15-ാം തീയതിക്ക് ശേഷം ഇത്രയധികം കോവിഡ് ബാധിതരുണ്ടാകുന്നത് ആദ്യമാണ്. ഇന്ത്യയിൽ തന്നെ കോവിഡിൻ്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ നമ്പർ ഉള്ളത് ഇപ്പോൾ കേരളത്തിലാണ്. അത് നിങ്ങൾ അറിയാം. കോവിഡിനെ ഒരു പനിയായിട്ട് ഇപ്പോൾ പലരും കാണുന്നുള്ളൂ. എന്നാൽ ചില ശ്രദ്ധ വേണം. പ്രത്യേകിച്ച് നമ്മൾ കോവിഡ് വാക്സിനൊക്കെ എടുത്ത ആൾക്കാരാണല്ലോ. ആഘോഷങ്ങളും ഒത്തുചേരലുകളും കൂടുതലായി നടക്കുന്ന സമയമായതുകൊണ്ട് ഈ ജനുവരിയോടെ രോഗവ്യാപനം തുടരുമെന്നാണ് വിദഗ്ധർമാർ ചൂണ്ടിക്കാണിക്കുന്നത്. സലീം മാലിക് കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. സലീം പറയും. ഗുഡ് മോർണിംഗ് സലീം മാലിക്, വിവരങ്ങൾ പറയൂ. ഗുഡ് മോർണിംഗ്. ഈ സംസ്ഥാനത്ത് വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം ഈ കോവിഡ് ആശങ്ക വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇത് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയവും ഒപ്പം സംസ്ഥാനത്തെ ആരോഗ്യ വകുപ്പും വളരെ ഗൗരവമായി തന്നെ കാണുന്നുണ്ട്. കാരണം ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് സംസ്ഥാന ആരോഗ്യ വകുപ്പ് പറയുമ്പോൾ തന്നെ രാജ്യത്താകെ റിപ്പോർട്ട് ചെയ്യുന്ന കോവിഡ് കേസുകളിൽ 89% കേരളത്തിൽ നിന്നുള്ളതാണ് എന്നുള്ളതാണ് ഈ വലിയ ആശങ്കയുടെ കാരണം. മാത്രമല്ല, കഴിഞ്ഞ ഒരു മാസം മാത്രം കോവിഡ് മൂലം 9 മരണം കൂടി ഉണ്ടായിട്ടുണ്ട്. സാധാരണഗതിയിൽ ഇപ്പോൾ ഒരു സാധാരണ പനിയായി തന്നെ ആളുകൾ ഈ കോവിഡിനെ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിലും ഉള്ളവർ പ്രത്യേകിച്ചും പ്രായമായവരും ഒപ്പം ഗർഭിണികളും ഉൾപ്പെടെയുള്ളവർ അല്പം ഈ വിഷയത്തിൽ സൂക്ഷിക്കണം എന്നുള്ളതാണ് നിലവിൽ ആരോഗ്യ മന്ത്രാലയം നൽകുന്ന മുന്നറിയിപ്പ്. കഴിഞ്ഞ മെയ് 15-ന് ശേഷം മാത്രം വലിയ തരത്തിലൊരു വർധനവ് ഈ കോവിഡ് കേസുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്നുള്ളതാണ് നിലവിൽ പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ അത് ഏത് സാഹചര്യത്തിൽ ഉണ്ടായി, എങ്ങനെയാണിത് പടർന്നു പിടിക്കുന്നത് എന്നുള്ളതിലും ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. അതേസമയം കേരളത്തിൽ ടെസ്റ്റുകൾ കൂടുതലാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ കേരളത്തിൽ കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിൽ ടെസ്റ്റുകൾ അധികം നടക്കുന്നില്ല എന്നുള്ളതാണ് സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ ഒരു വിശദീകരണം. പക്ഷേ അതുകൊണ്ട് മാത്രം കാര്യമായില്ല. കാരണം സംസ്ഥാനത്ത് കഴിഞ്ഞ ഒരു മാസത്തിനിടെ മാത്രം 9 മരണം ഉണ്ടായതുൾപ്പെടെ ആശങ്കയുണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. മാത്രമല്ല, നിലവിൽ സംസ്ഥാനത്ത് 10,000-ലധികം പേരാണ് ഓരോ ദിവസവും പനി ബാധിതരായി ചികിത്സ തേടുന്നത്. അതിൽ നിന്ന് തന്നെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരെയും ഒപ്പം തന്നെ ഈ കോവിഡിന്റെ ലക്ഷണം ഗുരുതരമായി കാണിക്കുന്നവരെയും മാത്രമാണ് കോവിഡ് ടെസ്റ്റ് നടത്തുന്നത്. അതിൽ നിന്നാണ് ഈ കണക്ക് വരികയും ചെയ്യുന്നത്. നിലവിൽ തന്നെ 1000-ലധികം പേരാണ് കോവിഡ് ബാധിതരായി സംസ്ഥാനത്ത് ഉള്ളത്. അതിൽ നിന്ന് തന്നെ ഈ 10,000-ൽ നിന്ന് തന്നെ വളരെ കുറച്ചു പേരെ ഒരു ദിവസം പരിശോധനയ്ക്ക് വിധേയമാക്കുകയും അതിൽ നിന്ന് ഈ കണക്കുകൾ വരികയും ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും വീണ്ടും ഈ മാസ്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു ഗൗരവം പാലിക്കണം. മാത്രമല്ല, ഈ ആഘോഷങ്ങളും മറ്റ് ചടങ്ങുകളുമൊക്കെ ഈ ജനുവരി അവസാനം വരെ പൊതുവെ സംസ്ഥാനത്തുണ്ടാകും. ആ സ്ഥലങ്ങളിൽ ഈ അസുഖബാധിതരായവരും രോഗികളും ഒപ്പം തന്നെ ഗർഭിണികളും ഒക്കെ പരമാവധി പങ്കെടുക്കാതിരിക്കുക, അഥവാ പങ്കെടുത്താൽ തന്നെ മാസ്ക് ഉൾപ്പെടെയുള്ളവ ഉപയോഗിക്കുക എന്നുള്ളൊരു നിർദ്ദേശം കൂടി വീണ്ടും നൽകിയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു സലീം മാലിക്. എന്തായാലും നമുക്ക് ഒരു ചെറിയൊരു വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഈ കോവിഡ് വ്യാപനം ഉണ്ടാകുന്നു എന്നുള്ളത്. കേരളത്തിലെ ചില ജില്ലകളിലൊക്കെ തന്നെ ചില്ലറ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. കോഴിക്കോടും കണ്ണൂരും തിരുവനന്തപുരവും ഒക്കെ തന്നെ. തിരുവനന്തപുരത്താണ് കുറച്ച് കൂടുതൽ ഈ കോവിഡ് രോഗികളുള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും നമ്മൾ വലിയ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല. ഇതിനൊരു വൈറൽ പനിയായിട്ട് കാണുന്ന പോലെയാണ് ആൾക്കാരെ പലരും പരിഗണിക്കുന്നത്. എന്നിരുന്നാലും നമ്മളൊന്ന് ശ്രദ്ധിക്കണം. കാരണം ഈ കോവിഡിൻ്റെ എല്ലാ ദുരിതങ്ങളും അനുഭവിച്ച ഒരു ജനതയാണ് നമ്മൾ.